പരിശുദ്ധ നാമത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും അപ്പർ പ്ലാറ്റ്ഫോമിൽ എൻ്റെ കർത്താവിൻ്റെ മക്കളുമായിട്ട് വീണ്ടും ഒരു സന്ധ്യാവേളയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ കർത്താവ് എനിക്കൊരു സാവകാശം തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദേശത്തിന്റെ 2 സമയങ്ങളിൽ 2 ദിക്കിലായിരുന്നു കൊണ്ട് കർത്താവെ നമുക്ക് ഹല്ലേലൂയ മാറ്റമില്ലാത്ത കർത്താവിനെ കുറിച്ച് ചിന്തിപ്പാൻ, കർത്താവ് തന്ന കൃപയ്ക്ക് അനുസരിച്ച് ദൈവത്തിന്റെ വചനം നിന്ന് കേൾക്കുവാൻ, കർത്താവ് തന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ സംസാരിപ്പാൻ തക്കണം ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം തന്ന ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുഖാന്തരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമക്കളെ നമുക്ക് ഹല്ലേലൂയ ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ കഴിഞ്ഞ രാത്രിയിൽ അവിടെ ആയിരിക്കുന്ന മക്കൾക്കും ഹല്ലേലൂയ സുഖകരമായ ഉറക്കം കൊടുത്ത് നല്ലൊരു ഹല്ലേലൂയ ആമേൻ പ്രഭാതം കാണുവാൻ അവരെയും ദൈവം സഹായിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേയാഴ്ച ദൈവത്തിന്റെ വചനത്തിന് ഞാൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ കുറിച്ച് ഒരു വചനം പറയുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷ വൃന്ദങ്ങളില് ആമേൻ ചില കൂട്ടരായിരുന്നു ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ശുശ്രൂഷ വൃന്ദങ്ങളിലുള്ള ചില ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് എന്നാ പഠിക്കാൻ പറ്റും. അപ്പോസ്തലന്മാരെ കർത്താവിന്റെ ഉദ്ദേശത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ ഹല്ലേലൂയ അപ്പോസ്തലന്മാര് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് കർത്താവ് തിരഞ്ഞെടുത്ത 12 പേര്. പിന്നത്തേത് കർത്താവിന്റെ ഉദ്ദേശപ്രകാരം കർത്താവ് വേറെയും കുറെ പേരെ തിരഞ്ഞെടുത്തെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. കർത്താവ് പോയപ്പോൾ അവർക്ക് കൊടുത്ത ഒരു ദൗത്യമേ ഉള്ളൂ. ആകെയാ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകെയാ നിങ്ങൾ പുറപ്പെട്ട സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ ഈ ദൗത്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ ദൗത്യമാണ്. ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതും ഈ ഒരു കാര്യമാണ്. ഹല്ലേലൂയ ആമേൻ. എന്നാൽ അത് ആ കർത്താവ് തന്റെ ഈഹലോക ജീവിതത്തിൽ തന്റെ ദൗത്യമൊക്കെയും ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വേലയാണ്, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പറയണമെന്ന്. ഇത് നിസ്സാരമായൊരു വിഷയമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുന്നെങ്കിലും അത് പാലിപ്പാനും നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിനെ കാര്യഗൗരവമായ വിഷയം പിന്നത്തേതിലുണ്ട്. ആമേൻ. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പൊ എത്രത്തോളം വലിയ ഒരു ആഴമേറിയ ശിക്ഷ, അതിന്റെ ആഴമൊന്ന് ചിന്തിച്ചാൽ കർത്താവ് അതുകൊണ്ട് ആ ഒരു വലിയ ദൗത്യം വളരെ ഉത്തരവാദിത്തത്തോടെ തന്റെ ശിഷ്യന്മാർക്ക് പരമേൽപ്പിച്ചത്. അപ്പൊ നമ്മൾ ഈ കർത്താവ് എന്തിനീ ലോകത്ത് വന്നു എന്നും കർത്താവ് ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് കടന്നു വന്നുവെന്നും അറിയാത്ത അനേകരോട് കർത്താവിനെ കുറിച്ച് പറയണമെന്നുള്ള ദൗത്യമാണ് യേശു കർത്താവ് നമ്മളിലൊക്കെയും പരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ മഹാവലിയ വെളിച്ചത്തിന്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നിട്ടും കർത്താവ് നമ്മളെ തക്ക സമയത്ത് യോഗ്യരാക്കി തീർത്തു. അതിന് നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ നമ്മുടെ യാതൊരു ക്വാളിറ്റി ഒന്നുമല്ല. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാദയ ആ പിതാവ് നമ്മളോടൊന്ന് ആകർഷിച്ചത് കൊണ്ട് നമുക്ക് ഈ വലിയ ഭാഗ്യപദവിയിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ ആ സഹോദരി പറയപ്പെട്ടതുപോലെ ബുദ്ധിയെ നോക്കി ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പി. വളരെ കാര്യഗൗരവമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ നമ്മൾ ഉറങ്ങുന്നവരല്ല, ഉണർന്നിരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉറങ്ങുമ്പോഴാണ് കളവിതയ്ക്കാൻ സാധ്യതയുള്ളത്, ഉറങ്ങുമ്പോഴാണ് പാപത്തിന്റെ ചിന്തനകളെ കടന്നു വരുവാൻ ഇടയാകുന്നത്. അപ്പോൾ ഉണർന്നിരിപ്പീൻ എന്ന് പലപ്പോഴും കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ആമേനെ ഒരു വചനം, ആമേൻ അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം 8-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 8 നമ്മൾ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേശകന്മാര്. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളെ കുറിച്ച് അല്പമായിട്ട് പറഞ്ഞു. ആ കൂട്ടത്തിലെ സുവിശേഷകൻ, അപ്പൊ നമുക്ക് ഫിലിപ്പോസിനെ സുവിശേഷകൻ എന്ന് എടുത്തു പറയുന്നതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫിലിപ്പോസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ ശിഷ്യന്മാരിൽ നല്ല ആത്മാവും ജ്ഞാനവും പ്രാപിച്ച് സാക്ഷ്യം പ്രാപിച്ച ആ 6 കൂട്ടരിൽ ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഫിലിപ്പോസ്. എന്നാൽ ദൈവവചനത്തിനകത്ത് നമ്മൾ പുതിയ നിയമത്തിലെ പല ഫിലിപ്പോസന്മാരെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം 12 അപ്പോസ്തല പ്രവൃത്തി 12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു ഫിലിപ്പോസിനെ കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 43 വായിക്കുന്നുണ്ട്. മഹാനായ ഹെരോദാവിന്റെ മകനും ഹെരോദിയുടെ ഭർത്താവുമായ ഫിലിപ്പോസിനെ കുറിച്ച് മത്തായി സുവിശേഷം 14:3 വായിക്കുന്നുണ്ട്. മർക്കോസ് 6:17 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇടപ്രഭുവായിരുന്ന ഫിലിപ്പോസ് ഇവൻ മഹാനായ ഹെരോദാവിന്റെ മറ്റൊരു മകനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പല ശുശ്രൂഷകന്മാരെ കുറിച്ച്, പല ഫിലിപ്പോസന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. എന്നാൽ ഈ പറയപ്പെടുന്ന ഫിലിപ്പോസ് സുവിശേഷകനായ ഫിലിപ്പോസാണ്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മേശമേ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അല്ലെ നമുക്ക് അതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവനെ ഉപേക്ഷിച്ച് മേശയെ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ലാകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 സഹോദരന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായിരുന്നു നമ്മൾ ഈ പറയപ്പെട്ട ഈ ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസിനെ ദൈവം കൂടുതലായിട്ട് ഉപയോഗിച്ചത് സുവിശേഷം ദേശത്ത് അറിയിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ ഹല്ലേലൂയ ധ്വനി ആ ദേശത്ത് വ്യക്തിത്വങ്ങളിലൊക്കെ പറയപ്പെടുവാനായിട്ട് ദൈവം കണ്ടതായ അതുകൊണ്ടാണ് 21 പറയുന്നു സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ ശിഷ്യന്മാർ ചെന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോ ഫിലിപ്പോസിന്റെ ദൗത്യം സുവിശേഷം അറിയിക്കുന്നതായ ജോലിയായിരുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അപ്പൊ പുള്ളി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 6 പേരെ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഫിലിപ്പോസ്. അപ്പൊ തന്റെ ദൗത്യം നന്നായി ചെയ്യുക എന്നുള്ളതായ ആത്മഭാരം തന്നെ ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ ഈ സുവിശേഷ വേലയിലെ വളരെ ശുഷ്കാന്തിയോട് ഒരു പടക്കുതിരയെ പോലെ കർത്താവ് ആക്കുന്ന ദേശത്ത് എന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ ആത്മാവിന്റെ നിറവും ജ്ഞാനവും തന്റെ ദാസന്റെ മേൽ ദൈവം പകർന്നിരുന്നു. ഹല്ലേലൂയ ആമേൻ. അങ്ങനെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ 8:4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷന്മാർ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്ന് അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട് അനേകം പക്ഷപാതക്കാരെ മുടന്തരെ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ ഇത് ഏത് ദേശത്ത് അപ്പോസ്തലനായ പൗലോസ് ഇത് ചെയ്യുവാനിടയായത്? ശമരിയയില്. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ട് തന്റെ ഇഹലോക ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോ കർത്താവ് പറഞ്ഞ വാക്കുകളുണ്ട്. കർത്താവിന്റെ വാക്കായിരിക്കാൻ തന്നെ ഈ ഒരു ദേശത്ത് എന്ന ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാൻ തന്നെ പ്രേരിപ്പിച്ചത്. കർത്താവിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ
അതിന്റെ സാക്ഷികളാകണമെന്ന്. ദൈവത്തിന്റെ നാമം പരിശുദ്ധമായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഒരു യഥാർത്ഥ സുവിശേഷകൻ എന്ന നിലയില് താന് ആ ദേശത്തൊക്കെയും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പറയുക തന്നെയല്ല, അനേക അത്ഭുതങ്ങൾ 4 മുതൽ നാം 8 വാക്യം വരെ വായിക്കുമ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അങ്ങനെ ചെയ്തത് മുഖാന്തരം ആ പട്ടണത്തില് വളരെ സന്തോഷത്തിന് കാരണമായി. അപ്പോൾ 8:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഭയ്ക്ക് വലിയ ഒരു ഉപദ്രവം നേരിട്ടു. അങ്ങനെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചെന്ന്. അപ്പൊ അതിന് കാരണം സ്തേഫാനോസിന്റെ മരണം. ഹല്ലേലൂയ. സ്തേഫാനോസിനെയും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ കൂട്ടത്തിൽ ദൈവം കണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. എന്നാൽ സ്തേഫാനോസിന്റെ വാക്കിനോട് നമ്മള് അപ്പോസ്തലപ്രവൃത്തി 6:8 ഇങ്ങനെ വായിക്കുന്നു, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലെബത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിക്കാരിലും കിലിക്കിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി. അപ്പോൾ ഈ സ്തേഫാനോസിന്റെ ജ്ഞാനം, അവിടെ നമ്മൾ വായിച്ചത്, ജ്ഞാനവും ആത്മാവും ദൈവം ദാനം കൊടുത്തവർക്ക്. ഹല്ലേലൂയ. അവന്റെ ജ്ഞാനത്തോട്, സ്തേഫാനോസിന്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും കടന്നു വന്ന ഒരു വ്യക്തി ജീവിതങ്ങൾക്ക് സാധാരണക്കാരല്ല വന്നത്. ഹല്ലേലൂയ. ജനസമൂഹത്തിലെ അറിയപ്പെടുന്നവരും അറിവുള്ളവരുമായ ജനമാണ് ഇവരോട് തർക്കിക്കാനായിട്ട് കടന്നു വന്നത്. അങ്ങനെ യേശു കർത്താവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് അബ്രഹാം മുതൽ യേശു കർത്താവിന്റെ ക്രൂശുമരണം വരെയുള്ള കാര്യങ്ങളെ നന്നായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം സ്തേഫാനോസിനെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ അതിന്റെ 51 വാക്യത്തിൽ ഇന്ന് പ്രവാചകന്മാർ അവിടെ അവരോട് സംസാരിക്കുന്നതായി ചില വചനങ്ങളെ പറയുന്നുണ്ട്. നിങ്ങളോ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാര് ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത്യാദി കാര്യങ്ങളെ പറഞ്ഞപ്പോൾ കേട്ട് നിന്നവർക്ക് കോപം കടന്നു വരുവാനിടയായി. കോപം ഇവർക്കുണ്ടായിട്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി. ഇത് സഭയ്ക്ക് വലിയ ഒരു ഹല്ലേലൂയ പ്രയാസത്തിന് കാരണമായി. അങ്ങനെ സ്തേഫാനോസ് 7:59 പറയുന്നു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കാൻ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാവം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മുഖാന്തരം സഭയ്ക്ക് വളരെ ഒരു ഉപദ്രവം നേരിട്ടത് കൊണ്ട് അപ്പോസ്തലന്മാരെ ഒഴികെ ബാക്കിയുള്ള ഹല്ലേലൂയ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാര് ചിതറി യഹൂദയിലും ശമരിയ ദേശങ്ങളിലൊക്കെയും ചിതറിപ്പോകുവാനിടയായി. ചിതറിപ്പോയവര് ഭയത്തോടോ ഭ്രമത്തോടോ ഒന്നും ഇരുന്നില്ല. അവരെ ഏൽപ്പിച്ച ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ചിതറിപ്പോയ ജനങ്ങൾ അവിടെവിടങ്ങളിലായി ദൈവത്തിന്റെ വചനം സംസാരിച്ചിട്ടും സഭയെ ഉറപ്പിച്ചും സഭയെ പണിത് രൂപാന്തരപ്പെടുത്തിയും അനേകരെ കർത്താവെങ്കിലേക്ക് ആദായപ്പെടുത്തിക്കൊണ്ട് അവിടെവിടങ്ങളിൽ സഞ്ചരിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തിയില്. അങ്ങനെ ചിതറിപ്പോയപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ അപ്പോൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് തന്റെ കർത്താവിനെ കുറിച്ച് വാസ്തവമായിട്ട് പറയുവാനിടയായി. കേട്ടവരെ ശ്രദ്ധയോടെ കേട്ടു നിന്നു. ശ്രദ്ധയോടെ കേട്ടതിന്റെ പരിണിത ഫലമായി പലവിധമായ രോഗത്തിൽ കഴിഞ്ഞവര്, പലവിധമായ ബന്ധനത്തിൽ കഴിഞ്ഞവരാ, ഇരുട്ടിന്റെ അധീനതയിൽ കഴിഞ്ഞവരാ, ഇരുട്ടിന്റെ ഇരുട്ടിന്റെ മറയിൽ കഴിഞ്ഞവരാ, വിടുതലില്ലാതിരുന്നവരാ,
ആ ശമരിയ ദേശത്തെ അടക്കിപ്പരിച്ച അന്ധകാര മണ്ഡലങ്ങളുടെ മേലെ ജയമെടുത്ത ഹാലേലി അവിടെ ആയിരുന്ന ജനത്തെ വിടിവിച്ച സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്തിൽ വന്നുകൊണ്ടിരുന്നുവെന്ന നാം വായിക്കുന്നത് പോലെ ഫിലിപ്പോസിനെ ദൈവ ശമരിയ പട്ടണത്തിന്റെ പ്രകാശമായി ഉപയോഗിക്കുവാൻ ഇടയായതിന്റെ ഫലമായിട്ട് ആ ദേശം ദൈവത്തെ അറിയുവാനിടയായി. അനേകരും ദൈവസന്നിധി കടന്നു വന്നു. അനേകരും വിശ്വാസ സ്നാനം സ്വീകരിപ്പാനിടയായി. ഇരുട്ടിന്റെ അധീനം ജനം വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു നാം അവിടെ വായിക്കുന്നു. അങ്ങനെ ഫിലിപ്പോസിനെ നല്ല ഒരു സുവിശേഷകനായി കർത്താവ് അവിടവിടങ്ങളിൽ ഉപയോഗിച്ചതായി നാം അവിടെ വായിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ദൈവം നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ഹല്ലേലൂയ, നാം ഇപ്പൊ കേട്ടതുപോലെ നാം ക്ഷീണിതരായി ഉറങ്ങി അലസരായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ഇതൊക്കെയും വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ കർത്താവിന്റെ വരവേറ്റ വാസനമായി. ഇനിയും പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഉറങ്ങുന്നവരായിരിക്കാനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമുക്കും പൗലോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മളാലാകുന്ന ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ നമുക്കും നമ്മുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഫിലിപ്പോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്നായിട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരെ ഉപയോഗിച്ചെന്ന് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ എന്നാൽ ശീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആവിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ ആവാലിവർന്ന് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആവിചാരം കൊണ്ട് ഏറിയ കാലം വളരെ ഭ്രമിപ്പിക്കാൻ അത്രയും അവനെ ശ്രദ്ധിച്ചത്. അപ്പൊ ശമരിയ പട്ടണത്തെ അടക്കി ഭരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മഹതി എന്ന ദൈവശക്തിയിൽ ആവിചാരം ചെയ്ത ശീമോൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആ സാന്നിധ്യം ദേശത്ത് കടന്നു ചെന്നപ്പോൾ അനേകര് വിശ്വസിച്ച് സ്നാനമേൽക്കുവാനിടയായി. ഇത് ശീമോന്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ. തന്റെ ജോലി ഏറിയ കാലം മുതൽ. ഹല്ലേലൂയ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാനിത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എന്തിനാ മറ്റുള്ളവന്റെ ആഭിചാരത്തെ, ഞാൻ നിങ്ങളെ ആരെയല്ല പറയുന്നത്, നമ്മൾ ഒരു പക്ഷേ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇവന്റെ ജോലി ആഭിചാരം ചെയ്യുന്ന ജോലിയാ. ആഭിചാരക്കാരനായിരുന്നാലും മന്ത്രവാദിയായിരുന്നാലും ശകുനവാദിയായിരുന്നാലും ആരായിരുന്നാലും നമ്മുടെ കർത്താവിന്റെ ശക്തിയുടെ, നമ്മുടെ കർത്താവിന്റെ വലിപ്പത്തിന്റെ, കർത്താവിന്റെ നാമത്തിന്റെ മുമ്പാകെ ഒരു ബന്ധനമൊന്നുമില്ല. യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് പോലെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധമില്ല എന്ന. എത്ര വാസ്തവമായി ഇദ്ദേഹം എത്ര നാളുകൊണ്ടായി ഈ കാര്യം ചെയ്തു വരുന്നത്. ജാരം ചെയ്ത് അവിടെയുള്ള ആവാലവൃന്ദ, ചെറുതിനെ വലുതിനെ, കുഞ്ഞുങ്ങളെ, കുട്ടി, ആമേൻ, വയസ്സിയവരെ എല്ലാം ഭ്രമിപ്പിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വം കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ടായ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. അതല്ലയോ കർത്താവിന്റെ വചനം പറയുന്ന, ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഏതോ മനുഷ്യൻ, ഏത് മന്ത്രവാദിയായാലും, ഏത് ജാതിപ്പെട്ടവനെ ആയിരുന്നാലും, ഏത് കുലത്തിൽപ്പെട്ടവനെ ആയിരുന്നാലും, എന്റെ ദൈവത്തിന് ഒരുവനെ ദൈവസന്നിധി കൊണ്ടുവരുവാൻ, എന്റെ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ഒരു ഞൊടി നേരം പോലും വേണ്ട. ഹല്ലേലൂയ, ആമേൻ. അത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആശ്വാസത്തിനും വിശ്വാസത്തിനും ഹല്ലേലൂയ സന്തോഷത്തിനും കാരണമാകും. ആ വലിയ വീര്യപ്രവൃത്തി അവിടെ നടക്കുന്നത് കണ്ടിട്ട് ശീമോൻ ഹല്ലേലൂയ എന്ത് ചെയ്യുക? ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ മുന്നോട്ട് കടന്നു വരിക. ഹല്ലേലൂയ ജനത്തെ ഭ്രമിപ്പിച്ച് നാളുകളായി അഭിചാരം ചെയ്തു വന്നവനാ. സത്യസുശേഷൻ കേട്ടപ്പോൾ തന്റെ എല്ലാ പ്രവൃത്തി മേഖലകളെയും ദൂരത്തെറിഞ്ഞുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടുവാൻ ഇടയായ സുവിശേഷം. ദൈവത്തിന്റെ സ്തോത്രം. 8:12 ഇങ്ങനെ വായിക്കുന്ന, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസെ അവർ വിശ്വസിച്ചപ്പോൾ ആമേൻ പുരുഷന്മാര് സ്ത്രീകളെ സ്നാനമേറ്റു. ശീമോൻ താൻ വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. പുള്ളിക്ക് ഭയം വന്നു. ഹല്ലേലൂയ, ആമേൻ. ഇതുവരെ പുള്ളി
പുള്ളിയായിരുന്നു ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സാക്ഷാൽ സത്യദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ, അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയപ്പോൾ, ജനം വിടുവിക്കപ്പെടുന്നത് കണ്ടപ്പോൾ, ജനത്തിന് പൂർണ്ണ സൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും നടന്നത് കണ്ടപ്പോൾ താന് വളരെ ഭയമുണ്ടായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ യെരുശലേമിലായിരുന്ന ഇസ്രായേൽ അപ്പോസ്തലന്മാര് ശമരിയ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. അവരറിയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പൊ ജനം ചിതറിപ്പോയി. അവിടെ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ കടന്നു വന്നു, വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർക്ക് കേട്ടപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് നാം വായിക്കുന്നു. അവിടെ അവർ ചെന്നു. അവർ പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരുടെ മേൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഇവിടെ ചെയ്ത ഈ പ്രവൃത്തി നോക്കിക്കേ. കർത്താവിന്റെ ദാസന്മാര് കൈവച്ചപ്പോൾ അവർക്ക് സ്നാനമേറ്റവർക്ക് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ ഇടയായി തീർന്നു. കർത്താവ് 1-ാം നൂറ്റാണ്ടില് കർത്താവിന്റെ ദാസന്മാരെ കൊണ്ട് ചെയ്യിച്ച വലിയ പ്രവൃത്തികളെ നോക്കിക്കേ. ഹല്ലേലൂയ. അവർ കൈവച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ ശക്തി ലഭിക്കുവാനിടയായി തീർന്നു. ഇതായിട്ട് കാണുക, ശീമോൻ കാണുക. ശീമോന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. ഞാനും കൈവയ്ക്കുമ്പോൾ ഞാൻ കൈവെക്കുന്നവർക്ക് ഈ ആത്മാവിനെ പ്രാപിക്കണം, അതുകൊണ്ട് എനിക്കും വേണം ഈ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പൗലോസ് യോഹന്നാന്റെയും പത്രോസിന്റെ അടുത്ത് അദ്ദേഹം പറയുകയാണ്, ആമേൻ ഈ പണം വാങ്ങിച്ച് എനിക്ക് ആ കൃപ തരണമെന്ന്. അപ്പോൾ പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കുക കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായിക്കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമോഹര്യമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നുവെന്ന് പത്രോസ് പറയുവാനിടയായി തീർന്നു. അതിനെ ശീമോൻ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോന് ഭയം തട്ടി. അല്ലെങ്കിൽ ഇത് ദ്രവ്യം കൊടുത്താൽ കിട്ടുന്നതല്ല എന്ന് ബോധ്യമാക്കിയപ്പോൾ തനിക്ക് ഈ ഒരു അധികാരം വേണമെന്നുള്ള ഒരു വ്യാമോഹം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പത്രോസ് അതിനെ ശാസിച്ച് അമർത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പത്രോസിന്റെ യോഹന്നാന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ ശീമോന് ഹല്ലേലൂയ പെട്ടെന്ന് അങ്ങോട്ട് ഹല്ലേലൂയ തനിക്കും ഇതുപോലൊരു പ്രവൃത്തി ചെയ്ത മഹത്വം എടുക്കണമെന്ന് തന്റെ ഉള്ളിലൊരു വ്യാമോഹം കടന്നു വന്നു. ഹല്ലേലൂയ. ആത്മനിറവിൽ ഹല്ലേലൂയ പത്രോസിനെ ശാസിച്ചു. എന്നാലൊന്നും സംഭവിക്കാതിരിപ്പാൻ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോഴേ അതായത് ഓരോരുത്തർക്കും ഓരോ വരം കർത്താവ് ഓരോ കൃപകളും കൊടുത്തിട്ടുണ്ട്. മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അത് ചെയ്യിപ്പാൻ ശക്തനായി നമ്മളെ ഉപയോഗിക്കാൻ മതിയായ ദൈവം. അതുകൊണ്ട് കർത്താവിനെ ഇപ്പോൾ ആ ദൈവദാസി പറഞ്ഞതുപോലെ അനുസരിച്ച് കർത്താവ് എന്തു പറഞ്ഞാൽ അനുസരിക്കാൻ തക്കമുള്ള ഒരു ഹൃദയഭാവം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നുവെങ്കിൽ ദൈവമക്കളെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. അറിവോ കഴിവോ പ്രാപ്തിയോ ഒന്നും വേണമെന്നില്ല. കർത്താവിന്റെ സന്നിധിയില് ഹല്ലേലൂയ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ ഹല്ലേലൂയ എന്നെ ഏതെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കഴിവ് ദൈവമക്കളെ. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സഹോദരിമാരായ നമുക്ക് എന്താ ലോകത്തിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു കൃപ കർത്താവേ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നുവെങ്കിൽ നമുക്ക് ദൈവം അത് നിശ്ചയമായിട്ടും തരും. അതിലെല്ലാം ഉപരിയായിട്ട് പ്രാർത്ഥന മാത്രം പോരാല്ലോ. ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ദൈവമേ ദാവീദ് പ്രാർത്ഥിച്ചു ദൈവമക്കളെ.
മക്കളെ, ഹാലേലുയ, ആമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമെന്ന്. ഈ ദിവസങ്ങളിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതാ, നിർമ്മലമായ ഒരു ഹൃദയം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്ത ദൈവത്തിന്റെ ആത്മാവിനെ കീഴടങ്ങിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ഏത് വിഷയത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു കൃപ എൻ്റെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രത്തോളം നാം അനുസരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് പൂർണ്ണത പറയാൻ പറ്റുമോ? ഹാലേലിയ, ആമേ. പലപ്പോഴും നമ്മളോട് പറയുന്നത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കത് പാലിപ്പാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ 32-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വായിക്കുന്നു, ആമേ, നമ്മുടെ ലംഘനം ക്ഷമിച്ചും അകൃത്യം ബോധിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ തെറ്റുകളെ നമ്മുടെ കർത്താവിനോട് പറയുമ്പോൾ വീണ്ടും നമുക്ക് ദൈവമായ ഒരു ബന്ധത്തിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ ഹൃദയം ദൈവസന്നിധി പരമാർത്ഥതയോടും ഹല്ലേലൂയ നീതിയോട് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കണം കർത്താവ് ഇടയാക്കും എന്ന് നമുക്ക് ഹല്ലേലൂയ അതിനകത്ത് വായിക്കുന്നു, നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയ വീര്യപ്രവർത്തികൾ ആദ്യകാലത്തിലെ അപ്പോസ്തലന്മാരിൽ കൂടി ദൈവം ചെയ്യിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത്, നമുക്ക് ഒക്കുന്നത്, നമുക്ക് ആവോളം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തക്കണം കർത്താവ് നമുക്ക് ഇടയെ വരുത്തേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഫിലിപ്പോസിനെ ദൈവം ശമരിയ പട്ടണത്തിൽ ഹല്ലേലൂയ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. ഇനി അത്രയുമല്ല, ഇനിയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കർത്താവിന്റെ വചനം, ആമേൻ, ആ ദേശത്ത് മൊത്തം അറിയിച്ചു, ഗ്രാമങ്ങളിലെല്ലാം അറിയിച്ചു. 25 വായിക്കുന്നവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചാൽ പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിലും, പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് അപ്പോസ്തലന്മാര് മടങ്ങിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ഫിലിപ്പോസിനോട് പറയുകയാ, ഹല്ലേലൂയ. അനന്തരം കർത്താവ് 26 ഇങ്ങനെ വായിക്കുന്നു, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തിന് ഒരു വ്യക്തിത്വത്തെ കണ്ടിട്ടുണ്ട് എങ്കിൽ അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, അവരെ കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കുവാൻ, അവരെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ ആരെയാ ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ നീ പോക, എങ്ങനെ? യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകും. നിർജ്ജനമായ വഴിയിലേക്ക് പോകും. അപ്പൊ നിർജ്ജനമായ വഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അവിടെ മനുഷ്യവാസങ്ങൾ ഒന്നുമില്ല. നമ്മളൊരു പക്ഷേ ദൈവാത്മാവാണോ ഇത് നമ്മളോട് പറഞ്ഞ, ഇത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടും. എന്നാൽ ഫിലിപ്പോസ് അതൊന്നും ചിന്തിച്ചില്ല. എന്ത് ആത്മാവ് പറഞ്ഞവോ അതങ്ങ് അനുസരിച്ച്. നിർജ്ജന പ്രദേശത്ത് പോകാനാന്നോ പറഞ്ഞ, ഓക്കെ, നിർജ്ജന പ്രദേശത്ത് പോയി. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ക്ഷണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോവുക. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ് ഈ കാര്യമെങ്കിലും ഇവിടെ ഒരു കാര്യം ചിന്തിക്കാം. ഈ ഇദ്ദേഹം ഒരു ജാതികനാ. ഇദ്ദേഹം ഒരു ചെറിയ സാധാരണക്കാരനല്ല. അപ്പോൾ ഈ മനുഷ്യൻ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ക്ഷണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമാ. അപ്പോൾ കൊച്ചാളൊന്നുമല്ല. ഈ സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും ആളത്വം വളരെ സമൂഹത്തിൽ വിലയുള്ള ഒരു മനുഷ്യനാ, സാധാരണക്കാരനല്ല. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ദൈവമക്കളെ, ഈ മനുഷ്യൻ എന്തിന് ദൈവത്തെ അറിയാനായിട്ട് വന്നു? അവൻ യെരുശലേമിൽ പോയെന്നാവാ പറയുന്നത്. യെരുശലേമിൽ കർത്താവിനെ ആ ആലയത്തിൽ പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് വായിക്കുന്നത്. അപ്പോൾ ഷണനും മഹാനുമായ അവളുടെ സകല ഭണ്ഡാരത്തിന് മേൽ വിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോവുക. തേരിലിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു.
ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞതാ, ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതങ്ങ് ചെയ്തു കഴിഞ്ഞാല് അത് സന്തോഷത്തിന് കാരണമായി തീരും. എന്നോട് ഞാൻ കഴിഞ്ഞ അങ്ങയാഴ്ച പറഞ്ഞതാ, ഹല്ലേലൂയ, ദേഹത്തെയും ദേഹിയെയും കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ള എന്നെ ഭയപ്പെടുവീൻ. ഇത് പരിശുദ്ധാത്മാവ് പറയുവാണെന്നോ ദൈവവചനമാണെന്നോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞപ്പോൾ അത് അനുസരിച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷത്തിന് കാരണമാകും എന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയാ, തേരിനോട് ചേർന്ന് നടക്ക, നിർജ്ജനമായ ദേശത്തേക്ക് നടക്ക. ആമേൻ. ഇങ്ങനെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉറക്കത്തിലൂടെയോ അല്ലെങ്കിൽ ആമേൻ നമ്മളോട് വ്യക്തിപരമായിട്ടൊക്കെയും ദൈവം ചില വ്യക്തിത്വങ്ങളിലൂടെ ദൈവദാസന്മാരിൽ കൂടി ഒക്കെ പല രീതിയിലും ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ കർത്താവേ അത് എന്നോടുള്ള ദൂതായിരുന്നു എന്നുള്ള ദൈവത്തിന്റെ സന്നദ്ധി നമ്മൾ അതനുസരിച്ചാൽ അത് വളരെ വിടുതലിന് കാരണമായി തീരും. നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കുന്ന നിർജ്ജന പ്രദേശത്ത് പോകാൻ കർത്താവ് പറയുമോ? ഇവിടെ മനുഷ്യരില്ലാത്തടത്ത് പോകും ഏതായാലും ദൈവാത്മാവ് അത് പറയത്തില്ലായിരിക്കും. അത് മറ്റെനിക്ക് തോന്നിയതായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും. ഫിലിപ്പോസ് അതിന് യാതൊരുവിധ തടസ്സവും വെക്കാതെ വണ്ണം നിർജ്ജന ദേശത്തേക്ക് പോയി. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേരിനോട് ചേർന്ന് നടക്കുക. അത് എത്ര ഉത്തരവാദിത്തത്തോട് ദൈവത്തിന്റെ സന്നദ്ധിയില് തന്റെ ദാസന് അത് അനുസരിച്ചെന്നുള്ളതാ. അപ്പം പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ എത്രത്തോളം അനുസരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് വളരെ ചിന്തിക്കുന്നുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം ദൈവം അതാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്റെ കർത്താവിനെ നമുക്ക് എത്ര സ്തുതിച്ചാലൊക്കെ പലപ്പോഴും ഞാനും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ പറ്റാത്ത അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക അവന്റെ ദയ കരുണയും കൊണ്ടാണ്. ഈ ഫിലിപ്പോസിനെ കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിച്ചു. നീ തേരിനോട് ചേർന്ന് നടക്കുക, നീ നിർജ്ജന പ്രദേശത്തേക്ക് പോവുക, ഇതെല്ലാം അങ്ങ് അനുസരിച്ചു. അപ്പോൾ താൻ തേരിനോട് ചേർന്ന് നടന്നപ്പോൾ ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അപ്പോൾ ഫിലിപ്പോസിന്റെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കാൻ പ്രേരണ കൊടുത്തു, വായിക്കുന്നത് ഗ്രഹിക്കുന്നവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ കേട്ടോ ദൈവത്തിന്റെ മക്കളെ, അനേകർക്ക് ഇതുപോലെ പൊരുളറിയാതെ വായിച്ചു പോകുന്നുണ്ടാകും. അപ്പൊ അവർക്ക് അതിന്റെ വേണ്ട രീതിയിലാണ് ആ പൊരുള് തിരിച്ചു തരാന് അവൻ അറിയാൻ വയ്യാതെ അങ്ങനെ വിഷമിച്ചിരിക്കുക. പുള്ളി യെരുശലേമിൽ പോയത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഭക്തനായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തോട് ദാഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. വേഗം കർത്താവിന്റെ വചനം വായിച്ചുകൊണ്ട് യെശയ്യാ പ്രവചനത്തെ കുറിച്ച് ആസ്പദമാക്കി താൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കണമെന്നാ ഫിലിപ്പോസിനോട് പറയുന്നത്. ഫിലിപ്പോസ് ചോദിക്കുക, നിനക്കിത് വായിക്കുന്നത് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴാ അദ്ദേഹം പറയുന്നത്, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരു തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തേരിനോട് കൂടെ ഇരിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. കണ്ടോ ആ അദ്ദേഹത്തിന്റെ താല്പര്യം നോക്കിക്കേ. അദ്ദേഹം ഇരിക്കുവാൻ അവൻ ആ സ്ഥലം ഒരുക്കി. എന്തിനാ? വചനം കേൾക്കാനുള്ള ദാഹം അദ്ദേഹത്തിന്. ദൈവം ഇവരെ കാണത്തില്ലയോ? പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നദ്ധി വരുത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നു. ദൈവത്തിനറിയാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഓരോ ദിവസവും നോക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എത്യോപ്യനായ ഈ മനുഷ്യൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ട് തേരിൽ ഇങ്ങനെ ഇരുന്നത്. അതാ കർത്താവിനറിയാം ഒരു മനുഷ്യനെ എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്, എങ്ങനെയാ കൊണ്ടുവരേണ്ടതെന്നൊക്കെയും എന്റെ ദൈവത്തിനറിയാം. അവനൊരു ഹൃദയത്തിന്റെ വാഞ്ചയുണ്ട്, ദൈവത്തോട് പറ്റി നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം എന്തോ അതനുസരിപ്പാൻ ഈ എത്യോപ്യനായ മനുഷ്യന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്യോപ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഒരു ശിഷ്യരാക്കുവാൻ, കർത്താവിന് കൊള്ളാകുന്നവനാക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിത്വമായിരുന്നു ഫിലിപ്പോസ്. അപ്പോൾ ഫിലിപ്പോസ് ദൈവത്തിനോട് സംസാരിച്ചു, കയറിയിരുന്നു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാകിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ട്. ഇത് നമുക്കറിയാവുന്ന ഭാഗമാകുന്നെങ്കിലും ഇദ്ദേഹം വായിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിനകത്തെ ആസ്പദമാക്കി ഈ വചനം വായിക്കുമ്പോൾ
അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായെ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയാർ വിവരിക്കും, ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ എന്ന്. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചും ആര് സ്നാനമേൽക്കണമെന്നും രക്ഷ എന്താണെന്നും സ്നാനത്തിൻ്റെതായ ഫലം എന്തെന്നും എന്തിന് സ്നാനപ്പെടണമെന്നും ലോകത്തിന്റെ രക്ഷിതാവാരാണെന്നും എല്ലാം സവസ്തരം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം ഷണ്ണനോട് ഫിലിപ്പോസ് പ്രസ്താവിച്ചപ്പോഴാ തേരിലിരുന്നു കൊണ്ട് ഫിലിപ്പോസ് പറയുന്നത് വെള്ളമില്ല എന്ന് ഫിലിപ്പോസ് പറയുന്നത്. അങ്ങനെ 34 ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ള ഒരു എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അപ്പോ പുള്ളിക്കാരൻ സ്നാനപ്പെടണമെന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ഒരു വ്യക്തികളെ കണ്ട സ്നാനം ഉണ്ട്, അത് ദൈവത്തിന്റെ കൽപ്പനയാ, സ്നാനപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ അന്ത്യകൽപ്പനയാ, അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ഒരു വ്യക്തികളോട് പറഞ്ഞാൽ അവരതിനകത്ത് എത്രമാത്രം അതിനകത്ത് കാര്യങ്ങളെ വലിച്ചു നീട്ടി വേറെ ഒരു രീതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന് ആ ഭക്തനായ മനുഷ്യൻ ഒന്നിനും കുറവില്ലാതെ വണ്ണം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന കർത്താവായ യേശുക്രിസ്തു പറയും പോലെ കർത്താവിന്റെ ആ വചനം കേട്ടപ്പോ കർത്താവിന്റെ ആലോചന ഇന്ന പ്രകാരമാണെന്നും സ്നാനം തന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ഒരു വലിയ കവാടമാണെന്നൊക്കെയും ബോധ്യമാക്കിയപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, വെള്ളം ഇതാ, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിലാകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെ നാം വിശ്വസിക്കുന്നു. അങ്ങനെ ഉത്തരം പറഞ്ഞു. അവന് ഷണ്ണനും വെള്ളത്തിലിറങ്ങി. അതിന്റെ 38 വായിക്കുന്ന, അങ്ങനെ അവർ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ തന്നെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവന്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയെന്ന് വായിക്കുന്നത്. അപ്പോ ആഫ്രിക്കയിലെ ഒരു ആദ്യ വിശ്വാസി എന്ന നിലയിലും ഈ എത്യോപ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സഹിഷ്ണുത, അദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള താല്പര്യം, ദൈവത്തിനോടുള്ള ആ അഭേദമായ ബന്ധം, ആ സ്നേഹം, അതല്ലയോ ദൈവത്തിനോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ അത് പറഞ്ഞ ഉടനെ താൻ അത് അനുസരിച്ചു. പറഞ്ഞ ഉടനെ മറുചോദ്യം ചോദിക്കാതെ ദൈവസന്നിധി പൂർണ്ണ ഹൃദയത്തോടെ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ സ്നാനപ്പെടുത്തുക. അപ്പോ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നത്. ഞാൻ വായിച്ചത്, നമ്മുടെ കർത്താവിനെ ഒരാളെ ഉപയോഗിക്കണേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തു പറയുന്നതോ അത് നമ്മൾ അനുസരിച്ചാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ആദ്യകാലത്തിലെ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണ്ട രീതിയിൽ ഹല്ലേലൂയ ഉപയോഗിച്ചു. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ ഫിലിപ്പോസിനെ ആ ദേശത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് കർത്താവ് പറഞ്ഞ രീതിയിലൊക്കെയും ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. തന്നെയുമല്ല, ഫിലിപ്പോസിന്റെ ഭവനം അപ്പോസ്തല പ്രവൃത്തിയില് നമ്മൾ 21:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഫിലിപ്പോസിന്റെ ഭവനത്തെ കുറിച്ച്. ഫിലിപ്പോസിന്റെ ഭവനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 21:8 ഇങ്ങനെ വായിക്കുന്നു, 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു അവനോടുകൂടെ പാർത്ത് അവന് കന്യകമാരും പ്രവാചകിമാരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരുന്നു എന്ന് അപ്പോസ്തലന്മാർ അവിടെ പറയുന്നു. അപ്പോസ്തലന്മാർക്ക് പാർക്കുവാൻ വേണം ആത്മാവിന്റെ നിറവും ആത്മീക സാന്നിധ്യവുമുള്ള ഒരു ഭവനമായിരുന്നു ഫിലിപ്പോസിന്റെ ഭവനം. അവിടെ ദൈവിക ആലോചനകളും ദൈവികമായ
ആലോചനകളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. തന്നെയുമല്ല അച്ചടക്കത്തിലും ദൈവഭയത്തിലും ആദ്യകാലത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. എങ്കിലും പ്രവചിക്കുന്നതായ 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവര് കന്യകമാരാ, വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങളാ. അപ്പൊ എത്രമാത്രം അച്ചടക്കത്തോടും അനുസരണത്തോടും ആദ്യകാലത്തിൽ ആത്മാവിന്റെ നിറവിൽ തന്റെ കുടുംബത്തിൽ തന്നെ താനായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തി ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉതകുന്ന രീതിയിൽ ആ മക്കളെ ദൈവം പാകപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ആ ഫിലിപ്പോസിന് ആമേൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ പരമായിട്ട് നോക്കുമ്പോൾ ഫിലിപ്പോസിനെ ദൈവം വാസ്തവമായിട്ട് ഒരുപാട് ഹല്ലേലൂയ മാനിച്ചു എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്നുണ്ട്. ഈ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ പൗലോസും ജാതികളെ സുവിശേഷം അറിയിക്കാൻ ദൈവം കണ്ട ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും അനന്യാസിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവത്തോട് അനന്യാസ് ചോദിക്കുന്നുണ്ട്, ഞാൻ അവനെ യഹൂദന്മാർക്ക്, രാജാക്കന്മാർക്ക്, ജാതികൾക്കൊക്കെയും ദൈവത്തിന്റെ മാനപാത്രമാകുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവം തന്റെ ദൗത്യം കണ്ടിട്ടുള്ളവരിൽ നിറവേറുവാൻ തക്കവണ്ണം ദൈവം ആരംഭിക്കുമ്പോഴേ ഹല്ലേലൂയ കർത്താവിനറിയാം ഇവനെ കൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന ദേശത്ത് ഇന്ന വ്യക്തികളെ ദൈവസന്നദ്ധിയിൽ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവനെ കൊള്ളാം എന്ന് കണ്ടിട്ടാണ് കർത്താവ് ഹല്ലേലൂയ ആമേൻ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. അങ്ങനെ കർത്താവിനെ കുറിച്ച് ദേശം മൊത്തവും ആമേൻ ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവം തന്റെ വേലയെ ചെയ്യിപ്പാൻ ഇടയാക്കി തീർത്തു. അങ്ങനെ ഇന്നും കർത്താവിന് വേണ്ടി ദാഹത്തോടെ വളരെ വിശപ്പോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന അനേക ഭക്തന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലത്തിൽ എന്നതുപോലെ അവരെ വിളിച്ച് വേർതിരിച്ച ആ നിമിഷം മുതൽ എന്റെ ദൈവത്തിന്റെ മഹത്വമേറിയ വേല ചെയ്യുന്ന അനേക ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്റെ ഒരു സാക്ഷ്യം, എന്റെ ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം, എന്റെ സഹോദരി എന്ന് പറയുമ്പോൾ എന്റെ സഭയിലുള്ള ഒരു ദൈവദാസിയുടെ ഒരു സാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ. അവളെന്റെ കൂട്ടുകാരിയാ. ഹല്ലേലൂയ. എന്റെ കൂടെ സഭയിൽ വരുന്നത് ആ വിശ്വാസത്തിന് വേണ്ടി അവൾ ഇറങ്ങിത്തിരിച്ച കാലം മുതലേ ഇന്നും എന്നെക്കാട്ടി 1-2 വയസ്സിന് എളുപ്പമേ ഉള്ളൂ. ഇന്നും ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവൾ ഇന്നും മരുന്നെടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോഴും മരുന്നെടുക്കത്തില്ല. ഏത് വിഷയം ജീവിതത്തിൽ കടന്നു വന്നാലും മരുന്നെടുക്കത്തില്ല പ്രിയ സഹോദരി. അങ്ങനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾക്കൊരു കാലിന്റെ ഈ ഇടുവ് ഭാഗത്ത് ഒരു ചൊറി പോലെ കടന്നു വന്നു. ഞാൻ വിശ്വാസത്തിന് വേണ്ടി പറയുന്നതാ. ചൊറി പോലെ വന്നതങ്ങ് വളരെ വർദ്ധിച്ച് അതങ്ങ് ഞാന്ന് വരുന്ന പോലെ അതങ്ങ് പരുവായി. എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ അങ്ങ് കാലിന്റെ ഇടിവിൽ കൊണ്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ വേദന കൊണ്ട് ജനലെ തൂങ്ങും ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. ഏകദേശം 10 വർഷമായി ഇപ്പൊ അവള് ആ വേദന അനുഭവിച്ചിട്ട്. ആമേൻ. ഞാൻ അത് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുന്നതാ. ഒരു തീരുമാനം എടുത്തതാ അവള് ദൈവത്തിനോട്. ഹല്ലേലൂയ. എനിക്ക് കർത്താവേ നിന്റെ മരുന്ന് മതി, നീയാണോ വൈദ്യൻ, ഗിലെയാദിൽ വൈദ്യനില്ലയോ, അവിടെ ഔഷധമില്ലയോ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ വാസ്തവമായി സഹോദരി വിശ്വസിക്കുന്ന ഒരു സഹോദരിയാ. എന്നപ്പ ചുരുക്കത്തിൽ പറയട്ടെ, നാളുകളായി വേദന. എന്നിട്ട് ഇത് പഴുത്തപ്പോ എന്റെ ദൈവമക്കളെ ഇതിന് ദുർഗന്ധം ഗമിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ഭവനത്തിനകത്ത് വളരെ നാറ്റം. ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഈ മുറിക്കകത്ത് അടച്ചിട്ടിരുന്നാലും ആ മുറിയിലങ്ങ് വളരെ പ്രയാസമാണ്. രാവിലെ ഒരു സഹോദരി അവിടെ അവരെ സഹായിക്കാനായിട്ടൊക്കെ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരങ്ങ് പോകും. ഇവളാ കാട്ടില് കിടക്കും. ദൈവമേ എഴുന്നേക്കാൻ പാട്. എന്നിട്ട് എന്നോട് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഇവളെ കാണാനൊക്കെ ചെല്ലുമ്പോ എന്റെ ദൈവമക്കളെ ആ ജനലെ തൂങ്ങി ദൈവസന്നിധി കരയും. എങ്ങനെ ഇത് സഹിച്ച് നിൽക്കുവാന്ന് അറിയത്തില്ല. വിശ്വാസത്തിന്റെ പരിശോധന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാല് ആ വേദന കടിച്ചു തൂങ്ങി അവള് നാളുകളെ പിടിച്ചു നിന്നു. ദൈവദാസന്മാര് ദൈവമക്കളെ തുരുതുര പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ദാസന്മാർ ആലോചന പറഞ്ഞു, നിന്നെ ഞാൻ സൗഖ്യമാക്കും, നിന്നെ ഞാൻ വിടിവിക്കും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്യും? ഇവള്
വിശ്വാസത്തിൽ വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. അപ്പം വീട്ടുകാരെല്ലാം പറഞ്ഞത് തൊട്ടടുത്ത ഭർത്താവിന്റെ വീട്ടുകാരുണ്ട്, അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, നാത്തൂനുണ്ട്, അവരെല്ലാം ദൈവഹിതമില്ലാത്തതൊക്കെ പറയുക. ഇങ്ങനെ ഉണ്ടോ, ബന്ധുക്കോസുകാരെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നു, മരുന്ന് വാങ്ങിക്കും, നിനക്ക് മാത്രം ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാനാ, എനിക്ക് എന്റെ ചെറുക്കൻ ആരുമില്ലാതെ ഒരുപാട് വേദനയുടെ വാക്കുകൾ, കുഞ്ഞുങ്ങള് പഠിക്കാൻ പോകുന്നു, അവർക്ക് വരുമ്പോ എല്ലാം കൊടുക്കണം, അതിനൊന്നും കഴിയത്തില്ല. എങ്കിൽ ഇവള് ചിലപ്പം എഴുന്നേറ്റ് വേദന ഇച്ചിരി ഒന്ന് കുറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലതും ആക്കി കൊടുക്കും, ഭർത്താവിനെ വിടണം. ഇങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ അങ്ങ് പറയുക. എന്റെ ദൈവമക്കളെ, ഇവള് ജനലയിലെ ഓരോ ദിവസവും തൂങ്ങി ദൈവത്തിൽ ആ വചനം പറഞ്ഞത്, ഇവളോട് ആലോചന പറഞ്ഞത് ദൈവത്തോട് പറയുക, കർത്താവേ നീ സൗഖ്യദായകനാ, നീ വിടുവിക്കാമെന്ന് പറഞ്ഞതാ, നിനക്ക് സൗഖ്യം തരാൻ പറ്റും, രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും, അന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞതാ, അതെന്റെ ജീവിതത്തിൽ ഫലിക്കണം. ഞാൻ നിന്നെ ആമേൻ വിശ്വസിക്കുന്നതാ, ഞാൻ വൈദ്യന്മാരെയല്ല വിശ്വസിക്കുന്നതാ, ഞാൻ നിന്നിലെ ആശ്രയിക്കുന്നതാ എന്ന് പറഞ്ഞ് ഇവളോരോ ദിവസം എനിക്ക് തോന്നി 6-5 മാസത്തോളം വേദനയിൽ കടിച്ചു തൂങ്ങി. ഇങ്ങനെ വേദനപ്പെട്ട് ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, എങ്ങനെയും ഒന്ന് ഞായറാഴ്ച വളരെ ബുദ്ധിമുട്ടാ, അല്ലെങ്കിൽ വന്നിട്ട് വേഗത്തിൽ അങ്ങ് കാറിൽ പോയിരിക്കും. അത്രയ്ക്ക് വേദന കടിച്ചു തിന്ന് ജീവിച്ച ഒരു സഹോദരിയെ ഒരു ദിവസം ദൈവാത്മാവ് ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിലാന്ന് തോന്നുന്നു, കർത്താവിന്റെ ദാസൻ പറഞ്ഞു, മകളെ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ മാരകമായ അസ്വസ്ഥതയെ, വേദനയെ, ഈ രോഗത്തെ ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാര്യം, നമുക്ക് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ അത് പാലിക്കുന്നവർക്ക്, അത് അതിന്റെ രീതിയിൽ നിലകൊള്ളുന്നവർക്ക് സഹനശക്തി ഉണ്ടെങ്കിലേ അത് പാലിക്കാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ ദൈവദാസൻ ഇവളോട് ദൂത് പറഞ്ഞതിന്റെ ആ പിറ്റേ ദിവസം അവൾ ബാത്റൂമിൽ ചെന്നപ്പോ ഹാലേലി എന്തോ ഒരു പടപട സൗണ്ട് കേട്ടു. അവിടെ കാലിൽ നിന്ന്, ആ ഇടിവിൽ നിന്ന് ആ രോഗം മാറാൻ ഇടയായി തീർന്നു. അനുഭവിച്ച വേദന, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇളയ മോന് കൊച്ചു പ്രായത്തില, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കത്തില്ല, വലിയ പനി വന്നു, പനിയങ്ങ് മൂർച്ഛിച്ചു. ഞങ്ങളുടെ ദൈവദാസനെല്ലാം അവിടെ ചെന്നു. ഹാലേലിയ, ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിന്റെ കണ്ണ് നിലയിൽ പോയി. വീട്ടുകാരെല്ലാം വന്നു. ഇവളെന്റെ കുഞ്ഞിനെ കൊന്നിട്ട് അടങ്ങത്തുള്ളെന്ന് അമ്മായിമ്മ പറഞ്ഞു. അല്ലെങ്കിൽ പലരും പറഞ്ഞു. ആ സഭയിൽ നിന്ന് എല്ലാവരും മാറി മാറി ചെന്നു, മരുന്നെടുക്കാതെ അവിടെ നിന്നു. കുഞ്ഞ് രാത്രി 12 മണിയായപ്പോ കുഞ്ഞിന്റെ നിലയെല്ലാം നിലവാരം അങ്ങ് നിശ്ചലമായി. ദൈവമക്കളെ, അവസാനം ഭാര്യയും ഭർത്താവുണ്ട്. ഞങ്ങളുടെ ബാസയെ രാത്രി വിളിച്ചു. ആ ബാസയെ കുഞ്ഞങ്ങ് വല്ലാതെ വഷളായിരിക്കുന്നു, ഓടി വരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബാസ അവിടെ ചെന്നു. കണ്ണ് കുഞ്ഞിന്റെ നിലയിൽ മറയാൻ പോവുക. അവള് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നീ എന്നെ നോക്കണമേ നില വിളിച്ചു. വളരെ പ്രതികൂലത്തിന്റെ നടുവിലാ ഞാൻ നിന്നെ അറിയാതെ ഇറങ്ങി തിരിച്ചെന്ന്. അപ്പൊ ആ ഭർത്താവിന്റെ വീട്ടുകാരും എല്ലാവരും ഓർത്തഡോക്സിന്റെ പശ്ചാത്തലത്തിൽ ഇവര് മാത്രം വിശ്വാസത്തിന് വേണ്ടി നിന്നതാ. ഞാൻ വിശ്വാസത്തിന്റെ പരിശോധനയുടെ വിഷയമാണ് പറയാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണിൽ നിലയിൽ പോയി ദൈവത്തോട് നിലവിളിച്ച് ആകാശം കീറിയിറങ്ങി വരുന്ന കർത്താവ് അർദ്ധരാത്രിയിലൂടെ കണ്ണുനീരിന് മറികടക്കാതെ ഇറങ്ങി വന്നു. അവിടെ ഭവനത്തിൽ കർത്താവ് ആമേൻ ആ കുഞ്ഞിനെ പിടിവിപ്പാനായി ഇറങ്ങി വന്നു. ആമേൻ കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ കണ്ണിന്റെ ആ മേളിലോട്ട് പോയി കുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞ അനുഭവത്തിന് പതുക്കെ പതുക്കെ കണ്ണ് താഴോട്ട് വരുവാനിടയായി. അങ്ങനെ അവക്ക് ആ കുഞ്ഞ് വെള്ളം ചോദിച്ചു, ചൂടുവെള്ളം കുഞ്ഞിന് കൊടുത്തു, വിടുതൽ അനുഭവിപ്പാനിടയായി തീർന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ആ എനിക്ക് അത്രയൊന്നും കഴിവില്ല. എന്റെ ദൈവമക്കളെ, എനിക്കൊരു വേദന വന്നു, അപ്പച്ചാന്ന് വിളിച്ച് ഞാൻ എങ്കിലും കർത്താവ് എനിക്ക് ഒത്തിരി വിടുതൽ തന്നിട്ടുണ്ട്. ഇത്രയൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ എന്റെ ആ കൂടി ഇന്നോളം മരുന്നെടുക്കത്തില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെതായ പരിശോധന വരുമ്പോഴും നമ്മൾ അതിനെ പിടിച്ചു നിന്ന കർത്താവിന്റെ വചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ വിടുതൽ നമ്മൾ കാണുക തന്നെ ചെയ്യും. നമ്മളെ വിശ്വസിക്കണം. എന്റെ ദൈവം ഇത് തരും, എന്റെ ദൈവം ഇത് പ്രവർത്തിക്കും. യേശു കർത്താവിന്റെ ക്രൂശുമരണ സമയത്ത് പോലും ദൈവത്തിന്റെ ആ സന്നിധി നിലവിളിച്ച് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷിച്ചെന്ന എന്തുകൊണ്ടാണ്
ഹാലേലിയ തന്റെ ജീവിതത്തിൽ വരുന്നതായ വലിയ ആ ഭാരമേറിയ വിഷയത്തെ കണ്ടുകൊണ്ട് കർത്താവ് വരുന്ന നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനുദിനം ഉണ്ടാകുന്ന പരിശോധനകളും ശോധനകളെയൊക്കെയും തരണം ചെയ്യണമെങ്കിൽ, കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ അനുസരിക്കണമെങ്കിൽ, കർത്താവിന്റെ സന്നിധി നമുക്കൊരു സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ കർത്താവ് മതിയായ ദൈവമാണ്. അങ്ങനെ ആദ്യകാലത്തിലെ 1-ാമത്തെ നൂറ്റാണ്ട് കാലത്തില് ആമേൻ കർത്താവ് ശക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാരെ ദേശത്ത് ഉപയോഗിച്ചു. ഹാലേലിയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരെ നിൽക്കുകയും ആമേനെ അവർക്ക് വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ അക്കാലത്ത് ഇടയായതുപോലെ ഇന്നും അവിടെവിടങ്ങളിലൊക്കെയും കർത്താവിന്റെ മക്കളെ ദൈവം ഉപയോഗിക്കുന്ന അനേക വ്യക്തിത്വങ്ങൾ നമുക്കറിയത്തില്ലേലും അനേകരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ എനിക്ക് അറിയാവുന്ന ആ കാര്യം ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ കർത്താവെ നിന്റെ ഹിതത്തിന് എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്നും വചനത്തിൽ നിന്നൊക്കെ ഞാൻ വിരമിക്കുന്ന ദൈവം നമ്മെ ഏവരെ സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കണേ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാവേളക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം തന്ന പ്രാർത്ഥിക്കനുസരിച്ച് എന്റെ കഴിവനുസരിച്ച് കർത്താവെ ദൈവത്തിന്റെ മക്കൾക്ക് ഹല്ലേലൂയ ആമേൻ അറിയാവുന്ന വചനമാണെങ്കിലും കർത്താവെ അല്പം ഞങ്ങൾക്ക് ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. മിനിയുടെ സാക്ഷ്യം ദൈവമക്കളോട് പറയാനിടയായി തീർന്നു. വീണ്ടും കർത്താവ് ഇതുപോലെ പല ഹാലേലൂയ കാര്യങ്ങളെ അറിയുന്ന കാര്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ സാക്ഷ്യമായി വചനമായിട്ടൊക്കെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ഏവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോട് മറുതലിക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കർത്താവിനോട് ഹാലേലൂയ പറ്റി നിന്നുകൊണ്ട് കർത്താവിന്റെ ഹിതം ഞങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ തക്കണം ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിനുള്ള സഹിഷ്ണുതയും ദൈവകൃപയും ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആമേ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, പല വിഷയത്തിലെ ആകുല ചിന്തകൾ പെടുന്നവരുണ്ട്, തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കൂട്ടാളിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗമേ ആമേ ഞങ്ങളുടെ കൃപയെ കണ്ണ് തുറന്ന ആ വിഷയത്തിന്റെ മേലെ എങ്ങനെ ഇടപെടണമോ അപ്രകാരം ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. അതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജോസ് മാത്യു പാസ്റ്ററിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസന്റെ എല്ലാ പ്രവൃത്തി മേഖലയും ദൈവം അനുഗ്രഹിക്കണമേ. സന്ദേശത്തായി സ്തോത്രം ചെയ്ത് ദൈവം നിന്റെ മകളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കൊടുത്തിരിക്കുന്ന ആമേൻ എല്ലാ കൃപകളെയും ജ്വലിപ്പിക്കുവാൻ കടമിനെ സഹായിക്കണം, ശക്തിപ്പെടുത്തണം. എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ എല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലെ കർത്താവിന്റെ സംരക്ഷണവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവ് ഒന്നുമില്ലേതുമില്ല പച്ച ദൈവസന്നിധി സമ്പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കും. മൊത്തം കർത്താവിനിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടിട്ട് സ്തോത്രേ നാമത്തിൽ തന്നെയും